ഈ ഉപദേശം കിട്ടിയതിന് ശേഷം മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാണുന്നവരോടൊക്കെ പറയാറുണ്ട്, ഇദാ അംസൈത ഫലാ തന്തളിരി സ്വബാ. വൈകുന്നേരത്തിന്റെ ആ സമയമായാൽ പ്രഭാതത്തെ നീ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട കേട്ടോ. ഇദാ അസ്ബഹത വലാ തന്തളിരിൽ മസാ. നീ പ്രഭാതത്തിലാണ് എത്തിപ്പെട്ടതെങ്കിൽ നാളെയുള്ള ആ ഒരു അന്നത്തെ ദിവസത്തിന്റെ വൈകുന്നേരവും നീ പ്രതീക്ഷിക്കേണ്ട. അതിന്റെ ഇടയിലേക്ക് നിന്റെ ജീവിതത്തിൽ മരണമെന്ന് പറയുന്ന ആ ക്ഷണിക്കപ്പെടാത്ത അതിഥി വന്നെത്താം. ഈ പരിസരത്ത് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ പറയപ്പെടുന്ന യാഥാർത്ഥ്യം ലോകത്തിന്റെ കോണുകളിൽ ഒരുപാട് ആളുകളിൽ അപങ്കുരം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണത്തെക്കാൾ കൂടുതൽ ആളുകൾ എവിടെയാണ്? മണ്ണിനടിയിലല്ലേ. സഹോദര, നമ്മളും ഈ ലോകത്ത് നിന്ന്, സഹോദരി, ഈ മണ്ണിൽ നിന്ന്, ഈ ഭൂമിയിൽ നിന്ന് നമ്മളും അടുത്ത തലമുറക്ക് വഴിമാറി കൊടുക്കേണ്ടവരാണ്. അവിടെയാണ് നമ്മുടെ നേതാവ് പറഞ്ഞത്, ഇദാ അറാദല്ലാഹ് അബ്ദിൻ ബിഅർളിൻ ജഅല ലഹു ബിഹാ ഹജ. ഒരു അടിമയെ, ഒരു മനുഷ്യനെ അല്ലാഹ് എവിടെ വെച്ചുകൊണ്ടാണോ പിടിക്കാൻ ഉദ്ദേശിച്ചത് അവിടെ അല്ലാഹു ഒരു ആവശ്യം കൊടുക്കുന്നതാണ്. എന്നും പണ്ടുമില്ലാത്തൊരാഗ്രഹമാണ്. ഒന്ന് UAE-യിലേക്ക് പോകണം, ഒന്ന് സൗദിയിലേക്ക് പോകണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് ഒന്ന് പോകണം. ആ യാത്ര എന്തിനാണെന്നറിയുമോ? അവന്റെ മരണം അവിടെയാണ്, അവളുടെ മരണം അവിടെയാണ്. കേട്ടില്ലേ, കേരളത്തിൽ നിന്നുള്ളൊരു ഫാമിലിയുടെ വാർത്ത. കുടുംബസമേതം ടൂർ പോയതാണ്. ബാക്കിലുള്ള കുട്ടികൾ കുടിച്ചു താഴെ വാഹനത്തിന്റെ ഉള്ളിലിട്ട മിനറൽ വാട്ടറിന്റെ ബോട്ടിലുണ്ടല്ലോ, ഡ്രൈവ് ചെയ്യുന്ന ഉപ്പയുടെ കാലിന്റെ ചുവട്ടിലുള്ള ബ്രേക്കിന്റെ താഴെയാണ് ആ കുപ്പി ചെന്ന് നിന്നത്. ബ്രേക്ക് ചെയ്യേണ്ട സമയമായപ്പോ ബ്രേക്കിൽ അങ്ങ് ചവിട്ടിയപ്പോ ബ്രേക്ക് വീണില്ല, ആ കുപ്പിയിലേക്കാണ് അമർന്നത്. എന്തുണ്ടായി? കുടുംബത്തിലെ 5 മെമ്പർമാരാണ് ഒരു മിനറൽ ബോട്ടലിലൂടെ തലകുത്തി മറിഞ്ഞ് ആ വാഹനത്തിന്റെ ഉള്ളിൽ നിന്ന് യാത്ര ചെയ്തു പോകുന്നത്. ഹബീബുനാ റസൂലുള്ളാഹി പറഞ്ഞു, എവിടെയാണോ മരണമുള്ളത് അവിടേക്ക് ആ മനുഷ്യനെ അല്ലാഹ് എത്തിക്കുന്നതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട്